ഹായ്, ഇത് കണ്ടോ? നമ്മുടെ ഇന്നത്തെ കുറച്ച് വാട്ടർ പ്ലാന്റിൻ്റെ കളക്ഷനാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതായത് ഇതിപ്പം നമ്മൾ അടുത്ത ആഴ്ചത്തേക്കിന് കൊടുക്കാൻ വേണ്ടി ഒരാളുടെ ഓർഡർ അനുസരിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പം നമ്മുടെ ഈ പോട്ടിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ ഏകദേശം വേരുകളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു പരുവത്തിലായി മാറും. അങ്ങനെയാണ് ഇത് ഈ പോട്ടിൽ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ പ്ലാന്റ് കാണിച്ചു തരാവേ ഒരെണ്ണം. ഇത് കണ്ടോ? ഇങ്ങനെയാണ് പോട്ടിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേരുകളൊക്കെ ആവും. ഈ പ്ലാന്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉള്ള ഒരു പ്ലാന്റുകൾ. ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല നീളം വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റുകളാണ്. പിന്നെ ഇതും അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇങ്ങനെ ഒരു കുറ്റിച്ചെടി പോലെ വളരുന്ന പ്ലാന്റായത്. പിന്നെ വേറൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റോസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ ഇലയൊക്കെ കാണാം, കണ്ടോ? നല്ല രസത്തിൽ വളരുന്നത്. ഇതിപ്പോൾ ഈ കരയ്ക്ക് വളരുന്ന കാരണം കൊണ്ട് അതിന് ഇലയെല്ലാം ഹാർഡായിട്ട് നിൽക്കുന്നത്. വെള്ളത്തിനകത്ത് വളർന്നു കഴിയുമ്പോൾ ഇത് തീരെ സോഫ്റ്റ് ആവും. ഇതിൻ്റെ ഇലക്കൊക്കെ ഡിസൈനിങ്ങിൽ മാറ്റങ്ങൾ വ്യത്യാസം വരും. ഇതുണ്ട്, ഇത് ഫോസ്റ്റൈൽ പോലത്തെ ഒരു വേറൊരു പ്ലാന്റാണ്. അന്നേരം ഇതിൻ്റെ ഇലയ്ക്കും അതെ നല്ല നീളം വരും. പക്ഷേ കരയ്ക്ക് വയ്ക്കുമ്പോൾ അത് ചെറിയ രീതിയിലുള്ള ഇല. ഇതുകൊണ്ട് ഇതിൻ്റെ ഇല അതുപോലെ തന്നെ നല്ല ചുമല കളറായിരിക്കും. അതുപോലെ ഈ ചീരയുടെ ഇല പോലെ തന്നെ നല്ല ചുമല കളറിലുള്ള വളരുന്ന ഇലയായിരിക്കും. ഇത് നമ്മുടെ ഈ കുടകൻ പോലെയുള്ള ഇലയുടെ ഷേപ്പുള്ള ഒരു സൈസ് ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ വെള്ളത്തിനകത്തായി കഴിയുമ്പം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ആമസോണാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണല്ലോ. ഇത് അത്യാവശ്യം നല്ല രസത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ നമ്മുടെ ഒരു ലോങ് ലീഫ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതും നല്ല രസമാണ്. ഇതിനധികം കെയറിങ് ഒന്നും വേണ്ട. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന, കാണാനും ഭയങ്കര ഷോയുള്ളൊരു ടൈപ്പ് ചെടിയാണ്. ഇത് ഈ ലോങ് ലീഫിൻ്റെ തന്നെ വേറൊരു മോഡൽ ചെടിയാണ്. പക്ഷേ ഇതും ചെറിയ ഇലയാണെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റിച്ചെടി പോലെ വളരുന്ന സംഭവമാണ് അത്. പിന്നെ വേറൊരു ടൈപ്പ് ചെടിയാണ് ഇത്. ഒക്കെ ഉണ്ടോ? ഇത് ഡബിൾ ഷെയ്ഡായിട്ടുള്ളത്. ഇതും ഏകദേശം ഒരു നല്ല ഇങ്ങനെ ഇതിൻ്റെ ഇല നല്ല ലെയറായിട്ട് അടുത്തടുത്ത് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല നീളമുണ്ട്. അതിൻ്റെ വേറൊരു മോഡലാണ് ഇത്. ഇതിന് ചെറിയ ഇലയായിരിക്കും, കാണാൻ നല്ല രസമാണ്. ഇത് കൂട്ടമായിട്ടാണ് വളരുന്നത്. ഇങ്ങനെ നല്ല കുറ്റിച്ചെടിയായിട്ട് തിക്കായിട്ട് നിൽക്കുമ്പോൾ വെള്ളത്തിനകത്ത് കാണാൻ ഭയങ്കര ഷോ ആയിരിക്കും. കാരണം നമ്മൾ CO2 ലൈറ്റും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ പ്ലാന്റുകളൊക്കെ കാണാനായിട്ട്. ഇത് ആമസോണിൻ്റെ വേറൊരു മോഡലാണ്. ഇത് റൗണ്ട് അടൈറ്റ് ഇല. പിന്നെ ഇത് കരയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇതിങ്ങനെ തണ്ടിലൊക്കെ നീളം വെച്ച് ഇങ്ങനെ ഇല ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഈ ചെടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പോട്ടിനകത്ത് നല്ല ഈർപ്പമായുള്ള ചെടിച്ചട്ടിക്കകത്ത് ആണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഷോയ്ക്ക് വളർത്തുന്ന ചെടികളെ പോലെ വളർത്തിയെടുക്കുകയും ചെയ്യാം. പിന്നെ ചില ചെടികളിലൊക്കെ ചെറിയ ചെറിയ പൂക്കളിടുകയൊക്കെ ചെയ്യും. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഈ ചെടികൾ വേണമെങ്കിൽ വളർത്തിയെടുക്കാം. അക്വേറിയത്തിനകത്ത് വെള്ളത്തിനകത്ത് വളർത്തണമെന്ന് മാത്രമില്ല, നല്ല ഈർപ്പമുള്ള മണ്ണ് വേണമെന്നേ ഉള്ളൂ. ഇത് കണ്ടോ? ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ട് പോലെ അതിൻ്റെ അകത്ത് വേണമെങ്കിലും വളർത്താം. നമുക്ക് ഈ ചെടിച്ചട്ടിക്കകത്ത് തൂക്കിയിടാം. കാരണം മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനാണ്. വെള്ളത്തിനകത്ത് വേറെ രീതി വളരും, പക്ഷേ ഇത് കരയ്ക്കും വളർന്ന് കിട്ടുന്ന ഒരു സൈസ് ചെടിയാണ്. ഇതിലൊക്കെ ആണെങ്കിൽ ഒരു സൈസ് നീല പൂവുണ്ടാവും. ഇതിങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നമ്മൾ ചട്ടിക്കകത്ത് വളർത്തി കഴിഞ്ഞാൽ ഒരേ ലെവലിൽ മാത്രമേ ഇത് ഒരേ ലെയറിൽ പൊക്കം വെച്ച് ഇങ്ങനെ വളർന്നു നിൽക്കും. നമ്മുടെ 10 മണി ചെടിയൊക്കെ പോലെ തന്നെ അങ്ങനെ നിൽക്കും.